പാല് കുടിക്കുന്നവരുടെ സ്വഭാവമാവില്ല ചാരായം കുടിക്കുന്നവരുടേത്. ചാരായം കുടിക്കുന്നവരുടെ സ്വഭാവമല്ല ചോര കുടിക്കുന്നവരുടേത്. ഒരു രസകരമായിട്ടുള്ള ചോദ്യം ചോദിക്കുക. നമ്മളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് മാറണമെന്നറിയാം. ചന്തക്കൂട്ട് നമ്മുടെ ചിന്തക്കൂട്ടിനെ മാറ്റും. ചിന്തക്കൂട് എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സിനെ മാറ്റുന്നത് ചന്തക്കൂട്ടാണ്. ചന്തക്കൂട്ടെന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് നമ്മൾ ആഹാരത്തിനും നീഹാരത്തിനുമായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന പലവ്യഞ്ജനത്തിൻ്റെ കൂട്ടാണ്. ആ പലവ്യഞ്ജനത്തിൻ്റെ ചന്തക്കൂട്ടാണ് നമ്മളുടെ ചന്തത്തെയും ചിന്തയെയും എല്ലാം സ്വാധീനിക്കുന്നത്. ചന്തക്കൂട്ട് മോശമായാൽ നമ്മളുടെ ചിന്തക്കൂട് മോശമാകും. നമ്മളുടെ ചിന്തകളും മോശമാകും. നമ്മളുടെ കാഴ്ചപ്പാടുകൾ മോശമാകും. ചിന്തയിൽ നിന്നാണ് ചിരി വിരിയുന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ ചുണ്ടുകൾ ചെണ്ടുകൾ പോലെ വിരിയും. നമ്മളുടെ ചൊടി വികസിക്കും. പല്ലുകൾ പ്രത്യക്ഷമാകും. ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല ചിരിയാണെങ്കിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള 32 പല്ലും പ്രത്യക്ഷമാകും. എന്താണ് ഈ ചിരി പ്രതിഭാസം എന്നറിയോ? എന്തിനാണ് പല്ലുകൾ പ്രത്യക്ഷമാകുന്നതെന്നറിയോ? ആ ചിരിയുടെ ചിന്തയ്ക്ക് പിന്നിലുള്ള ചന്തക്കൂട്ടിനെ, നമ്മളുടെ ആഹാരത്തെ ചവച്ചരച്ച് കഴിച്ചതിൻ്റെ ക്രെഡിറ്റ് ആ പല്ലുകൾ അവകാശപ്പെട്ട് പ്രത്യക്ഷമാകുന്നതാണ്. ഇനി അമിതമായിട്ടുള്ള സന്തോഷമാണെങ്കിലോ, ആ ആഹാരത്തെ ആസ്വദിച്ച് സ്വാദറിഞ്ഞ് കഴിച്ച നാവും പ്രത്യക്ഷമാകും. നല്ല ചന്തക്കൂട്ട് നമ്മൾ കഴിച്ചാൽ നല്ല ചിന്തക്കൂടുണ്ടാവും. നല്ല ചിന്തക്കൂട്ടിൽ നിന്ന് നല്ല ചിരി വിരിയും. വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റം വരില്ല. അയാൾ കുടിക്കുന്നതും നന്നാവണം. അയാൾ ശ്വസിക്കുന്നതും നല്ലതായിരിക്കണം. അയാൾ കാണുന്നതും കേൾക്കുന്നതും നല്ലതാവണം. അയാൾ രുചിക്കുന്നത് നല്ലതാവണം. അയാളുടെ നാവിലേക്ക് വയ്ക്കുന്നതെല്ലാം നന്നാവണം. എരിവ്, പുളി, ഉപ്പ് ഒക്കെ കുറയ്ക്കണം. സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാലോ കോപിഷ്ഠരാകും. സാൾട്ട്, ഉപ്പ് കൂടുതൽ കൂട്ടുന്നവരോ അവർ കരയിപ്പിക്കും. പുളി നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ പുളിച്ച സംസാരത്തിന് കാരണമാവും. അപ്പോൾ എരിവ്, ഉപ്പ്, പുളി, കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, മണക്കുന്നത് എല്ലാം നന്നാവണം. എങ്കിൽ മാത്രമാണ് ജനങ്ങൾ സാത്വികതയിലേക്ക് വരുള്ളൂ. അതല്ലേ നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളുടെ കുട്ടികൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം, ഡ്രൈ ആയിട്ടുള്ള ഫുഡ് അമിതമായിട്ട് കൊടുക്കരുത്. എരിവ്, പുളി, ഉപ്പ് ഇവയെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കുറയ്ക്കണം, ഇതെല്ലാം ക്രമപ്പെടുത്തണം. അപ്പോൾ നമ്മൾ എന്താണോ നമ്മളുടെ ശരീരത്തിലേക്ക് സംസ്കരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ സംസ്കാരം മാറും. നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ആമാശയമാണ്. നമ്മളെ രൂപീകരിക്കുന്നത്, നമ്മളുടെ ആശയങ്ങളെ രൂപീകരിക്കുന്നത്, നമ്മളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ആമാശയത്തിന് വലിയ പങ്കുണ്ട്. ഞാൻ ഇറച്ചി, മീനും, മുട്ടയും ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പും എരിവും പുളിയും കുറയ്ക്കണം. ആഹാരം മാത്രമല്ല, നീഹാരവും അതുപോലെ തന്നെയാവണം. നമ്മൾ ശ്വസിക്കുന്നതും നല്ല വായുവാവണം. ഇല്ലെങ്കിലോ നമ്മളിൽ ആസുരികത വർദ്ധിക്കും. പാല് കഴിക്കുന്ന ആളുടെ ഗുണമായിരിക്കില്ല പഴങ്ങൾ കഴിക്കുന്ന ആൾ. പഴങ്ങൾ കഴിക്കുന്ന ആളുടെ ഗുണമായിരിക്കില്ല ചാരായം കുടിക്കുന്ന ആൾ. ചാരായം കുടിക്കുന്ന ആളുടെ ഗുണം പോലും ഉണ്ടാവില്ല ചോര കുടിക്കുന്ന ആൾക്ക്. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായില്ലേ? കാഴ്ചപ്പാടുകൾ എങ്ങനെ മാറണമെന്ന് മനസ്സിലായോ?